നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചെറിയച്ഛൻ വേദനിപ്പിച്ചാല് അച്ഛന് വല്ലാണ്ട് നോവും. കാരണം അത്രയ്ക്ക് ഇഷ്ട ചെറിയച്ഛന്. ഞാൻ പോട്ടെ. അങ്ങോട്ടൊന്നും പറയിപ്പിച്ചില്ലല്ലോ അവള്. അച്ഛാ, മണ്ഡപത്തിന്റെ ഒരു ഭാഗത്തും സാറയും കതറിനും ഇല്ല. എങ്കിൽ നമ്മൾ സംശയിച്ചത് ശരിയാ. അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. തടസ്സങ്ങൾ എത്ര അവൻ വെട്ടിമാറ്റിയാലും വിടില്ല ഞാൻ. ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ കല്യാണം മുടക്കാൻ തന്നെയാ. ശരവണ, ജീവൻ എവിടെ? தெரியல மேடம். அம்மா கூட கோவில்ல வந்ததுன்னு தான் நான் நினைச்சேன். അവന്റെ ഏതോ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരെ ഇരുത്തിയിട്ട് അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞതാ. ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. താൻ ഇവിടെ നിൽക്കായിരുന്നു. താലി പൂജിക്കാൻ കൊടുത്തിട്ട് മോള് നടയിൽ നിൽക്കുക. ജീവൻ എവിടെ രഘുവേട്ടാ? അല്ല, ഇതിനിടയില് അവനോട് പോയി. ഏട്ടൻ വരുന്നല്ലോ. வந்துட்டே. എടാ, നീ ഇത് എവിടെ പോയിരിക്കായിരുന്നടാ? അമ്മ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. സോറി അമ്മേ, ഞാനത് അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. ഇനി പറഞ്ഞു നിൽക്കാനൊന്നും നേരമില്ല. നീ വാ. ചെല്ല്. അമ്മേ, ഏട്ടന് ഈ ലോകത്തൊന്നും അല്ല കേട്ടോ. അമ്മയുടെ മോൻ കൈവിട്ട് പോയി. മോളെന്താ ഇങ്ങി പോന്നെ? താലി പൂജിച്ചു തന്നു. അമ്മയെ കാണാതായപ്പോ വാ, നമുക്കൊന്നുകൂടി തൊഴുതിട്ട് വരാം. അല്ല, ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞിട്ട് പോയി പ്രദക്ഷിണം വയ്ക്കാലോ. അതുപോരെ? അത് മതി സുജാതെ. നിങ്ങൾ ചെല്ല്. നല്ല ചേർച്ചയുണ്ട് രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ. അല്ലേ രഘുവേട്ട? തന്റെ സെലക്ഷൻ അല്ലേ സുജാതെ? ഉത്തമമായിരിക്കും. വാ. വിമലും മണവാളം വേഷത്തിലാണല്ലോ. കൊള്ളാം. ഞാനാണ് മണവാളെന്ന് അയാൾക്കറിയില്ലല്ലോ. എന്തായാലും ഇനി കുറച്ചു നേരം കൂടി ഉള്ളൂ നിന്റെ ആഗ്രഹം നടക്കാൻ. ഞാൻ എപ്പോഴേ തയ്യാറാ. അല്ലമ്മേ, ജീവൻ ശരിക്കും എന്താ ചെയ്യാ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച അവനത് നടത്തിയിരിക്കും. അതെനിക്ക് ഉറപ്പാ. അപ്പൊ ഇനി നിത്യ എന്റെ പെണ്ണ. ഇവര് തമ്മിൽ അടുപ്പമുണ്ടായിരുന്നെങ്കിൽ അത് അങ്ങോട്ട് നേരത്തെ നടത്തി കൊടുക്കണ്ടേ രാമകൃഷ്ണ? ഞാൻ സംസാരിക്കാം. വേണ്ട.
ഞാനിപ്പോ എവിടുന്നാ വരുന്നെന്ന് അറിയോ? ഹോസ്പിറ്റലിൽ നിന്ന്. നീയും നിന്റെ അമ്മാവനും കൂടി കല്യാണം മുടക്കാൻ വന്നപ്പോ വീണ് പോയതാ. നിങ്ങളുടെ മനക്കെട്ടി ഒന്നും എന്റെ അച്ഛനില്ല. ആ മനുഷ്യനൊരു പാവല്ലേ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? എന്തിനാ? ശുശ്രൂഷിക്കാൻ വരാനാണോ? നിന്നെ കൺമുന്നിൽ കണ്ടാല് അച്ഛൻ കാർക്കിച്ച് തുപ്പും. ഈ നാട്ടില് നീ ഇതുവരെ കാണിച്ചിരുന്ന നിന്റെ കുറെ പ്രകടനങ്ങളുണ്ടല്ലോ, പരമയോഗ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത ചില കാര്യങ്ങള്, അത് പ്രദർശിപ്പിക്കാൻ ഹോസ്പിറ്റൽ വരാന്തയിലേക്ക് നീ വന്ന് കേറിപ്പോവരുത്. കല്യാണം മുടക്കാൻ നീ ശ്രമിച്ചപ്പോ നിന്നോട് ഞാൻ ചോദിച്ചല്ലടാ അവളെ നീ ആഗ്രഹിച്ചിട്ടുണ്ടോന്ന്. അന്ന് പറയാറുന്നില്ലടാ, നാണം കെട്ടവനെ നിനക്ക്. ഞാനാ മണ്ടൻ. ഒരു വയറ്റി പിറന്നില്ലെങ്കിലും സ്വന്തം പെങ്ങളാണ് അവളെന്ന് നീ പറഞ്ഞപ്പോ ഞാനതങ്ങ് വിശ്വസിച്ചു. പ്രായപൂർത്തിയായ അവളുടെ മേനിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവനാണ് നീയെന്നറിയാൻ അല്പം വൈകി. വേണോ? ഇനി ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ടല്ലോടാ, പെങ്ങളും മോളും എന്നൊക്കെ പറഞ്ഞ് നീ ചേർത്ത് പിടിക്കുമ്പോൾ അവരോട് ഇതൊക്കെ തന്നെയല്ലേ നിന്റെ പറച്ചില്. എനിക്ക് ഈ കാഴ്ച ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതാ ഐസിയുവിൽ കിടക്കുന്ന അച്ഛൻ്റെ അടുത്തൊന്ന് ഞാൻ ഇതുവരെ വന്നത്. ഇനി നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു. ഒരു കാര്യം നീ ഓർത്തോ, ആശുപത്രി കിടക്കുന്ന എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ കുടുംബത്തേക്ക് ഞാൻ വരും. ആരെയും ചതിക്കാൻ ഉളുപ്പില്ലാത്ത നീ, നിന്റെ ഈ നെഞ്ചുണ്ടല്ലോ, നിന്റെ ഈ നെഞ്ചില് വെട്ടാൻ വരട്ടടാ. വേണു, അമ്പലത്തിലെ മണ്ഡപത്തിലെ നീ വിവാഹം കഴിക്കുന്ന അതേ മുഹൂർത്തത്തില് മറ്റൊരു വിവാഹം നടക്കുന്നുണ്ട്. ആരുടെന്നറിയോ നിനക്ക്? ഇത്രയും കാലം നീ ഒരുത്തിയുടെ പിന്നാലെ നടന്നിട്ടില്ലേ? അവളുടെ വിവാഹം. എന്നെ ചതിച്ച നിനക്ക് ദൈവം ഒരുക്കി വെച്ച വിധി. പിന്നെ അവളെ നഷ്ടപ്പെട്ടു പോയതില് നിനക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല. ഹരി മിടുക്കനല്ലേ? ഈ നാട്ടിലെ ഏത് അടുക്കളവാലിലൂടെ കയറിയാലും ആരും സംശയിക്കാത്ത ഒരുത്തൻ. പക്ഷെ കഴിഞ്ഞടാ. ഇനി നീ പുറത്തിറങ്ങാൻ നാണിക്കും. അവളെയും കൂട്ടി നടക്കുന്ന നിന്നെ നാട്ടുകാരൻ നാറിന്ന് വിളിക്കും. അവരുടെയൊക്കെ മുന്നിൽ തന്നെ ഉണ്ടാവണം ഞാൻ. അമ്പലത്തിലെ മണ്ഡപത്തിലെ നീ വിവാഹം കഴിക്കുന്ന അതേ മുഹൂർത്തത്തില് മറ്റൊരു വിവാഹം നടക്കുന്നുണ്ട്. ആരുടെന്നറിയോ നിനക്ക്? ഇത്രയും കാലം നീ ഒരുത്തിയുടെ പിന്നാലെ നടന്നിട്ടില്ലേ? അവളുടെ വിവാഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.